തീ സാധാരണഗതിയിൽ എല്ലാത്തിനെയും ദഹിപ്പിച്ച് കളയുവാനും നശിപ്പിച്ച് കളയുവാനും കഴിവുള്ള ഒന്നാണ്. തീയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ലോകത്തിലുള്ള ഒന്നിനും തന്നെ സാധാരണഗതിയിൽ കഴിയത്തില്ല. എന്നാൽ തീയുടെ നടുവിലും ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ജീവനും ശക്തിയും പകരുവാൻ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. അതെ, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ തീയുടെ നടുവിൽ ഭയമില്ലാതെ നിലനിന്ന ഭക്തന്മാർ തീയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന ദൈവത്തെ തെളിയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, ജീവിതത്തിൽ പ്രതിസന്ധി സമാനമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടി ആത്മീയ കാഴ്ചപ്പാടോടും ദർശനത്തോടും കൂടി ഒരുവൻ നിൽക്കുകയാണെങ്കിൽ ദഹിപ്പിച്ച് കളയുന്ന, ഇല്ലായ്മ ചെയ്യുന്ന, തകർത്ത് കളയുന്ന പ്രതികൂലം നമ്മളുടെ മുമ്പിൽ ഉയർന്നു വന്നാലും അതിൻ്റെ നടുവിലും ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. അതിനുവേണ്ടി ഒരുപക്ഷെ ത്യാഗവും എഫേർട്ടും നാം എടുക്കേണ്ടതായി വരും. അതെ, പിന്നെയും സക്രിയ പ്രവചനം പറയുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് മതിലില്ലാത്ത അവസ്ഥയിൽ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി തീ മതിലായി നിലനിൽക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അതെ, ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ തീ മതിലായി നിൽക്കും എന്ന് പറഞ്ഞാൽ ശത്രുവിന് നിന്നെ കാണുവാനും തൊടുവാനും കഴിയാത്തവണ്ണം ഉള്ള സംരക്ഷണം ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കൽപ്പിച്ചാക്കുന്നു. 34-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അതെ, ഇന്ന് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലോ ഒറ്റപ്പെടലുകളുടെ നടുവിലോ ആരും സഹായിക്കാനില്ലാത്ത ജീവിതത്തിൻ്റെ മണിക്കൂറുകളിലോ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ, രോഗം കാർന്നു തിന്ന് മരണം പിടിക്കുമെന്നുള്ള മരണഭീതി നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ, ദൈവവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി തന്നെ വിടുവിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന പ്രകാരം തീയുടെ നടുവിൽ നീ വീണുപോയാലും നാലാമനായി ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഭയപ്പെട്ടു പോകേണ്ട, മടുത്തു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട, നിരാശപ്പെടേണ്ട. ദൈവത്തിന് ഏത് അസാധാരണ സാഹചര്യത്തിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് നാം ചെയ്യേണ്ടുന്നത് എന്തെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരും ആത്മാവിൽ ധൈര്യമുള്ളവരും ദൈവകൃപ കാത്തുസൂക്ഷിക്കുന്നവരുമായി ദൈവിക പദ്ധതിക്കായി നിൽക്കാം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും.